കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വള്ളികൾ ക്യൂ ആയിട്ട് നിന്ന് എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഞാൻ വീഡിയോസ് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വള്ളികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ അങ്ങനെ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ എനിക്ക് ഏറ്റവും കോമഡിയായിട്ട് തോന്നിയ കാര്യം ഷെഫീൽഡിനെതിരെയുള്ള മാച്ചിന് തൊട്ട് മുന്നേ വന്നൊരു ന്യൂസാണ്. ജേസൺ വിൽകോക്സ്, നമ്മുടെ പുതിയ ടെക്നിക്കൽ ഡയറക്ടർ, പുള്ളി ടെൻഹാഗിനോട് ആവശ്യപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മര്യാദയ്ക്ക് പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പുറത്താക്കും. അപ്പം പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ഇവന്മാരെ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു സീസണിൻ്റെ അവസാനിക്കാറായപ്പോഴത്തേനും പെട്ടെന്ന് പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ ഷെഫീൽഡിനെതിരെ ശരിക്കും നമ്മൾ പൊസഷൻ ബേസ്ഡ് ഫുട്ബോളൊക്കെ കളിച്ചു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ 80% മുകളിൽ പൊസഷൻ, സെക്കൻഡ് ഹാഫിലും 70, എല്ലാം കൂടെ ഓവറോൾ ഗെയിം 70-75% പൊസഷനൊക്കെ നമുക്കുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ്? ഷെഫീൽഡ് എന്ന് പറയുന്ന ടീം പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും മോശം ടീമാണ്. അവരുടെ GD ഒക്കെ നോക്കിയാൽ എനിക്കൊന്ന് -59 എങ്ങാണ്ടാണ് അവരുടെ GD. -59. അവർക്കെതിരെ ഓപ്പോസിഷൻ സ്കോർ ഈ ഒരു സീസണിൽ ഇതുവരെ ഓപ്പോസിഷൻ 34 മത്സരങ്ങളിൽ 92 ഗോളുകളാണ് സ്കോർ ചെയ്തത്. ആ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് 4 ഗോൾ സ്കോർ ചെയ്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ട്രാ ഒരു 3 ഗോളും കൂടെ മിനിമം നമ്മൾ സ്കോർ ചെയ്യേണ്ട മാച്ചാണത്. അപ്പോൾ അവർ നമുക്കെതിരെയാണേലും ഈ പെർ മാച്ച് ഒരു ഗോള് പോലും സ്കോർ ചെയ്യാത്ത ആ ഒരു ടീം നമുക്കെതിരെ 2 ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മുടെ വീക്ക്നെസ്സാണ് കൂടുതലും കാണിക്കുന്നത്. ഏറ്റവും മോശമായിട്ടുള്ള ടീം, അത് ഡിഫെൻസീവ്ലിയും ഒഫൻസീവ്ലിയും പ്രീമിയർ ലീഗിൽ ഏറ്റവും മോശം ടീമിനെതിരെയാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ അവിടെ നമ്മളെ പൊസഷൻ ഫുട്ബോളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോഴും എനിക്കത് വിശ്വാസമൊന്നുമില്ല. ആ ഒരു ന്യൂസൊന്നും പെട്ടെന്ന് അങ്ങനത്തെ ഒരു മണ്ടത്തരമൊന്നും ഒരിക്കലും ജേസൺ വിൽകോക്സ് വന്നിട്ട് ടെൻഹാഗിനോട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയും സീസൺ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം മുന്നോട്ടുള്ള ഒരു ഇത്. അറ്റ്ലീസ്റ്റ് ഒരു യൂറോപ്പ ലീഗിലെങ്കിലും എത്തിപ്പെടണം. അപ്പോൾ അതായിരിക്കും ഒരു മിനിമം എക്സ്പെക്റ്റേഷൻ. അതിൻ്റെ ഇടയ്ക്ക് ടെൻഹാഗും മീഡിയയും തമ്മിൽ ഉടക്ക് നടക്കുന്നുണ്ട്. ടെൻഹാഗും മീഡിയയും തമ്മിലുള്ള കാര്യം നോക്കിയാൽ ടെൻഹാഗ് ഭയങ്കര റൂഡായിട്ട് മീഡിയയോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം ശരിക്കും മീഡിയ നല്ല രീതിയിൽ ടെൻഹാഗിനെ ചൊറിയുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ ചെൽസിയുടെ പെർഫോമൻസ്, പൊച്ചറ്റീനോ, ഒരു പ്രശ്നമില്ല മീഡിയയ്ക്ക്. ദേ ഡോണ്ട് കെയർ, അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ യുണൈറ്റഡിൽ ഏത് മാനേജർ വന്നാലും സ്ക്രൂട്ടണി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ടെൻഹാഗിന് പലപ്പോഴും താങ്ങാൻ പറ്റുന്നില്ല. പുള്ളി അതിനെതിരെ വളരെ ദേഷ്യത്തോടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പലരും അലക്സ് ഫെർഗ്യൂസണുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അലക്സ് ഫെർഗ്യൂസൺ ഭയങ്കര ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ജോസെ മോറിഞ്ഞോ റിയാക്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ട്രോഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ടുള്ള മാനേജേഴ്സാണ് ഈ ജോസെ മോറിഞ്ഞോ ആയാലും അലക്സ് ഫെർഗ്യൂസൺ ആയാലും. ടെൻഹാഗ് ഇതുവരെയായിട്ടും പ്രൂവ് ചെയ്തിട്ടില്ല. ഒരു 1-2 പ്രീമിയർ ലീഗ് ടൈറ്റിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പുള്ളിക്ക് ഈ രീതിയിൽ ബിഹേവ് ചെയ്യാം. പക്ഷേ അതുവരെ പുള്ളി കുറച്ചുകൂടെ സെൻസിബിളായിട്ട് മീഡിയ അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് മീഡിയ ഹാൻഡിൽ ചെയ്യണം എന്നാണ് എനിക്ക് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയയും ടെൻഹാഗും തമ്മിലുള്ള പ്രശ്നമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാമാ മീഡിയയാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയാസ്. പ്രത്യേകിച്ച് യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേനും അവർ നല്ല രീതിയിൽ എന്നാ പറയുക, കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കും. ഇപ്പോൾ ടെൻഹാഗിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ടെൻഹാഗിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെൻഹാഗിനെ റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും സാധ്യത കൂടുതൽ എന്ന് കൽപ്പിക്കപ്പെടുന്ന തോമസ് തുക്കലാണ്, ബയറിൻ്റെ ഇപ്പോഴത്തെ മാനേജറായിട്ടുള്ള തോമസ് തുക്കൽ. അപ്പോൾ തോമസ് തുക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പുള്ളിയുടെ ആ ഒരു കരിസ്മ, ആ ഒരു എന്താ പറയുക, യർഗൻ ക്ലോപ്പിനുള്ള തരത്തിലുള്ള ആ ഒരു കരിസ്മയൊക്കെ ഉള്ള മാനേജറാണ് തോമസ് തുക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് ഭയങ്കര ബോറിങ് ഫുട്ബോളാണ്. ടാക്റ്റിക്കലി ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഈ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും യുണൈറ്റഡിലേക്ക് തോമസ് തുക്കൽ വരരുത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് കപ്പ് ഗെയിംസ് ആണ് പുള്ളിയുടെ ഒരു ഭയങ്കര സ്ട്രെങ്ത് എന്ന് പറയുന്നത്. തോമസ് തുക്കലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കപ്പ് ഗെയിംസാണ്. കപ്പ് ഗെയിംസിൽ എസ്പെഷ്യലി നമ്മുടെ ഡൊമസ്റ്റിക് കപ്സ് ആയാലും യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ആണെങ്കിലും അവിടെ തോമസ് തുക്കലിൻ്റെ ടീമുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. ലീഗിൽ ഇതുവരെയായിട്ടും പുള്ളി അത്രയ്ക്കും പ്രൂവൺ അല്ല. പക്ഷേ ചെൽസിയെ വെച്ചുകൊണ്ടുള്ള പുള്ളിയുടെ സമയത്ത് ചെൽസിയുടെ ഫുട്ബോൾ അത്ര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ പുള്ളിക്കൊരു ഡെഫിനറ്റ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലായാലും അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പർട്ടിക്കുലർ രീതിയുണ്ട്. പുള്ളിയുടെ ടീം ഇന്ന രീതിയിൽ ചെയ്യും. അത് പിച്ചിൽ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പുള്ളിയുടെ ടീം അല്ലെങ്കിൽ പുള്ളിക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ടെൻഹാഗിന് ഇതുവരെ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം അതാണ്. ടെൻഹാഗിനെ മാറ്റണം എന്ന് ഞാൻ സ്റ്റിൽ പറയത്തില്ല. ഒരു അടുത്ത സീസണെങ്കിലും കൊടുക്കണം. അടുത്ത സീസണിൽ പുള്ളിയെ ജഡ്ജ് ചെയ്യണം. അപ്പം തോമസ് തുക്കൽ ഫ്രീ ആണല്ലോ. അപ്പോൾ അടുത്ത സീസണിൽ പുള്ളി വർക്കാകുന്നില്ല, ഒരു പകുതി സീസണൊക്കെ ആകുമ്പോഴും ദുരന്തത്തിൻ്റെ മണ്ടയ്ക്ക് ദുരന്തമാണെങ്കിൽ
സാക്ക് ചെയ്ത് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം എന്താണേലും പൊസഷൻ ബേസ്ഡ് ഫുട്ബോളാണ് വിൽകോക്സിൻ്റെ ഒക്കെ ഒരു മനസ്സിലുള്ളതെങ്കിൽ ഒരിക്കലും തോമസ് തുഖൽ വരും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തോമസ് തുഖൽ വന്നാലും എനിക്ക് അത്രയ്ക്കും ഒരു ഇപ്പോഴത്തെ ഈ ഒരു സൗത്ത് ഗേറ്റോ അല്ലെങ്കിൽ രഹാം പോട്ടറോ അതിനേക്കാളും എന്തുകൊണ്ടും ഭേദം തോമസ് തുഖലാണ്. ആ ഒരു വലിയ ടീമുകളൊക്കെ മാനേജ് ചെയ്തുള്ള പരിചയം പുള്ളിക്ക് ആ ഒരു കരിസ്മയൊക്കെ ഉണ്ട്. മീഡിയയെ ഡീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ ഈഗോസുമായിട്ട് ഡീൽ ചെയ്യാനൊക്കെ പുള്ളിക്ക് പരിചയമുണ്ട്. പക്ഷേ കുറച്ചുകൂടെ പുള്ളിക്ക് സപ്പോർട്ട് വേണം. പ്ലെയേഴ്സുമായിട്ട് ആ ഒരു അടിച്ച് പിരിയുന്ന ചെറിയ സ്വഭാവമൊക്കെ ഉണ്ട് പുള്ളിക്ക്, അതുപോലെ മാനേജ്മെൻറ്റുമായിട്ടും. അപ്പം ഒരു യെസ് മാൻ, ഗ്രഹാം പോട്ടറിനെ പോലെ എല്ലാത്തിനും യെസ് പറയുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും തോമസ് തുഖൽ വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോമസ് തുഖലിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ റാഷ്ഫോർഡിൻ്റെ കാര്യം. റാഷ്ഫോർഡിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പുള്ളിയേക്ക് ക്രിറ്റിസിസം എസ്പെഷ്യലി യുണൈറ്റഡ് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഒരു സൈഡിൽ വലിയൊരു ഒരു സെക്ഷൻ ഓഫ് ഫാൻസ് ശരിക്കും റാഷ്ഫോർഡിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് ഫാൻസ് തന്നെ. റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ റാഷ്ഫോർഡിൻ്റെ PR ടീം വീണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PR ടീം ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഇനഫ് ഈസ് ഇനഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്വീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഈ മനുഷ്യനോട് എപ്പോഴും ഞാൻ ഇങ്ങനത്തെ റിയാക്ഷൻസൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറയാനുള്ള കാര്യം, നിങ്ങൾ ഇങ്ങനത്തെ ട്വീറ്റ് ചെയ്ത് നിർത്തിയിട്ട് കുറച്ചുകൂടെ പിച്ചിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരുത്തം പറയത്തില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ വരെ പറയും റാഷ്ഫോർഡ് അടിപൊളിയാന്ന് പറയും. പക്ഷേ റാഷ്ഫോർഡിൻ്റെ ടാലൻറ്റിൻ്റെ കാര്യത്തിലുണ്ടല്ലോ, എനിക്കോ അല്ലെങ്കിൽ യുണൈറ്റഡിലുള്ള ഒരു ഫാനിന് പോലും ഒരു ഡൗട്ടൊന്നുമില്ല. പക്ഷേ പുള്ളിയുടെ മെൻറ്റാലിറ്റിയാണ് പ്രശ്നം. എല്ലാ മാനേജറിൻ്റെ കൂട്ടത്തിലും പുള്ളി ആ ഓരോരോ മാനേജറിൻ്റെ ഫസ്റ്റ് ഫുൾ സീസൺ ഉണ്ടല്ലോ നന്നായിട്ട് പെർഫോം ചെയ്യും. പിന്നെ മാനേജറിൻ്റെ കാര്യങ്ങളും പുള്ളിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ, അത് പുള്ളിയുടെ പെർഫോമൻസിൽ പുള്ളി കാണിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത കുറച്ചുകൂടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്ലെയറാണ്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റർ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പ്ലെയറാണ് റാഷ്ഫോർഡ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ പുള്ളിക്ക് അത്യാവശ്യം 70 to 80 മില്യണൊക്കെ കിട്ടുകയാണെങ്കിൽ വിറ്റ് ഒഴിവാക്കണം. PSG ആണ് നമ്മുടെ ഏക ആശ്രയം. എംബാപ്പെ അവിടുന്ന് പോകുന്നു. അപ്പം PSG കുറച്ചുകൂടെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള പ്ലെയർ വേണം. പ്രോബബ്ലി റാഷ്ഫോർഡിന് വേണ്ടി വന്നേക്കാം. അപ്പോൾ റാഷ്ഫോർഡ് ആണെങ്കിലും അവിടെ പോയാൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അവിടുത്തെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ അവിടെ അത്ര വലിയ ഇതുപോലെ ഈ പ്രീമിയർ ലീഗ് പോലെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലീഗ് അല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി അവിടെ സക്സസ് ആകും, എന്താണെങ്കിലും സക്സസ് ആകും. പക്ഷേ PSG ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടി നല്ല ഓഫർ PSG മുന്നോട്ട് വെക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാതെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒന്നും ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. ഇതുവരെയായിട്ട് ഒരു ലിങ്കും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അവർ വരും, ഇവനെ കൊണ്ടുപോകും എന്ന് തന്നെയാണ്. അതിനിടയ്ക്ക് ലിവർപൂൾ എന്ന് പറയുന്ന ടീം അവരാണ് നമുക്ക് ശരിക്കും യുണൈറ്റഡ് ഫാൻസിന് ആകപ്പാടെ ഒരു സന്തോഷം തരുന്ന ടീം എന്ന് പറയുന്നത് ലിവർപൂൾ ടീമാണ്. യർഗൻ ക്ലോപ്പിന് ഫെയർവെൽ, വലിയ ഭയങ്കരമായിട്ടുള്ള ഫെയർവെൽ, ആ ഒരു 20ാമത്തെ ടൈറ്റിലൊക്കെ അടിച്ച് ഫെയർവെൽ കൊടുക്കാം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതിൽ ആ ഒരു കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടത് യുണൈറ്റഡും കൂട്ടരുമാണ്. ഇത്ര മോശം സീസൺ, ഇത്ര വാഴകളുടെ ടീം ആയിട്ട് പോലും യുണൈറ്റഡിന് അവരുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ പറ്റി എന്നുള്ളത് യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഭവമാണ്. അത് എന്നും ലിവർപൂൾ ഫാൻസും യുണൈറ്റഡ് ഫാൻസും ഓർത്തിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആർണെ സ്ലോട്ട് എന്ന് പറയുന്ന മാനേജർ ഫെനർബാഷയുടെ മാനേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ആർണെ സ്ലോട്ടിനെ കാണുമ്പോൾ എനിക്ക് ടെൻഹാഗിൻ്റെ ഒരു ഓർമ്മയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ടെൻഹാഗ് വരുന്ന പോലെ ആയി തീരുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. കാരണം എനിക്ക് പേഴ്സണലി ഉള്ളൂ, ഞാനാണെങ്കിൽ ലിവർപൂളിൻ്റെ ആ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ റോളിൽ ഞാൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്ന ആ ഒരു യർഗൻ ക്ലോപ്പിൻ്റെ പേഴ്സണാലിറ്റിയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള തോമസ് തുഖലിനെ ലിവർപൂളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ലിവർപൂൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആണെ സ്ലോട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഏകദേശം ഈ ഒരു യർഗൻ ക്ലോപ്പിൻ്റെ പ്ലേയിങ് സ്റ്റൈലുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള മാനേജറാണ്. അതുകൊണ്ടാണ് അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറൊക്കെ ഇങ്ങനത്തെ ഒരു മാനേജറിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ക്ലോപ്പിൻ്റെ ആ ഒരു യുഗം അത് അവസാനിച്ചിരിക്കുന്നു. ലീഗ് ടൈറ്റിൽ ഒരു ലീഗ് ടൈറ്റിൽ ജയിച്ചുകൊണ്ട് ക്ലോപ്പിൻ്റെ ആ ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു. 19 ലീഗ് ടൈറ്റിലാണ്. സ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നമ്മുടെ പ്രീമിയർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ടീം. അപ്പം ആർണെ സ്ലോട്ട് പോണക്കത്തെ മാനേജർ വരിക. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഫേസിലോട്ട് ലിവർപൂൾ പോവുക. അപ്പം ലിവർപൂൾ അങ്ങനെ ട്രാൻസിഷൻ ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം വെൽക്കം ടു ട്രാൻസിഷൻ ക്ലബ്ബ്. അതായത് ഇപ്പോൾ യുണൈറ്റഡ് ആണെങ്കിൽ 10-12 കൊല്ലമായിട്ട് ട്രാൻസിഷൻ ഫേസിലാണ്. അതുപോലെ ചെൽസി ആണെങ്കിലും 1-2 കൊല്ലമായിട്ട് ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു ക്ലബ്ബിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ എനിക്ക് വീഡിയോയിൽ പറയാൻ വേണ്ടി. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആണ്.